നമ്മൾ നോർമൽ ജർമ്മൻ സെൻറ്റൻസിൻ്റെ പ്രസൻറ്റ് ടെൻസാണ് നമ്മൾ A1 പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ആ സെൻറ്റൻസിൻ്റെ പാസ്റ്റ് ടെൻസാണ് പഠിക്കാൻ പോകുന്നത്. ഒരു സെൻറ്റൻസ് നോർമലായിട്ട് എഴുതുമ്പോൾ ആ സെൻറ്റൻസിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്. ഇതാണ് ഒരു നോർമൽ സെൻറ്റൻസിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു സെൻറ്റൻസിൻ്റെ പാസ്റ്റ് എഴുതുകയാണെങ്കിൽ ഇതിൻ്റെ ഫോർമാറ്റ് മാറി സബ്ജക്റ്റ്, ഹാബൻ അല്ലെങ്കിൽ സൈൻ വെർബ് പ്ലസ് പാർട്ടിസിപ്സ് വൈ എന്നൊരു ഫോമിലോട്ട് മാറും. പാർട്ടിസിപ്സ് വൈ എന്ന് പറയുന്നത് നിങ്ങൾ A1 ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു വേർഡായിരിക്കും. നമ്മൾ പഠിച്ച ഓരോ വെർബിനും അതിൻ്റേതായ പാസ്റ്റ് ഫോംസ് ഉണ്ട്. അപ്പോൾ നമുക്കറിയാവുന്ന കുറച്ച് വെർബാണ് മാഹൻ, അതുപോലെ തന്നെ ഗേയൻ എന്നൊക്കെ പറയുന്ന കുറച്ച് വെർബുകൾ പഠിച്ചിട്ടുണ്ട് A1. മാഹൻ എന്ന് പറഞ്ഞാൽ ടു ഡു എന്ന മീനിങ്ങാണ്, ഗേയൻ എന്ന് പറഞ്ഞാൽ ടു ഗോ എന്ന മീനിങ്ങാണ്. എന്നാൽ ഈ എല്ലാ വെർബിനും A1 ആവുമ്പോൾ നമുക്ക് ഓരോ പാസ്റ്റ് ഫോംസ് ഉണ്ട്. ഇപ്പോൾ മാഹൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പാസ്റ്റ് ഫോം എന്ന് പറയുന്നത് ഗെമാഹ്റ്റ് എന്നാണ്. അതുപോലെ ഗേയൻ എന്ന് പറയുന്നതിൻ്റെ പാസ്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ ഗിഗാങ്കൻ എന്നാണ്. സോ ഓരോ വെർബിനും അതിൻ്റേതായ പാസ്റ്റ് ഫോംസ് പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ ഓരോ വെർബിനും മൂവ്മെൻ്റ് ഉണ്ടോ ഇല്ലയോ എന്നനുസരിച്ചിട്ടായിരിക്കും ഹാബൻ അല്ലെങ്കിൽ സൈൻ വെർബാണോ നമ്മൾ ചൂസ് ചെയ്യുക. നമ്മുടെ ഒരു വെർബിന് മൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന വെർബ് സൈൻ വെർബും, മൂവ്മെൻ്റ് ഇല്ലെങ്കിൽ ചൂസ് ചെയ്യുന്ന വെർബ് ഹാബൻ വെർബും ആയിരിക്കും. ഒരു സെൻറ്റൻസ് എഴുതുമ്പോൾ സെക്കൻഡ് പൊസിഷനിൽ കോൺജുഗേറ്റ് ചെയ്യുന്നത് സൈൻ ഓർ ഹാബൻ വെർബിനെ ആയിരിക്കും. അതുപോലെ ലാസ്റ്റ് കോൺജുഗേറ്റ് ചെയ്യുന്നത് ഗേ വെച്ച് എഴുതിയ അതിൻ്റെ പാസ്റ്റ് ഫോമിനെയും. ഒരു സെൻറ്റൻസ് ആണ് ഐ ഈറ്റ് എ ആപ്പിൾ. ഇത് നമ്മൾ നോർമൽ A1 ലെവലിൽ പഠിച്ച സെൻറ്റൻസ് ആണ്. ഇതിനെ നോർമൽ പ്രസൻറ്റ് ടെൻസിൽ എഴുതുന്നത് ഇഷ് എസ് ഐനൻ ആപ്പിൾ എന്നായിരിക്കും. ഇതാണ് നമ്മൾ പഠിച്ച നോർമൽ A1 ലെവൽ സെൻറ്റൻസ്. ഇതിനെ പാസ്റ്റിലോട്ട് മാറ്റി എഴുതാണ്. സോ പാസ്റ്റിലോട്ട് മാറ്റി എഴുതുന്ന സെൻറ്റൻസിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് ഹാബൻ അല്ലെങ്കിൽ സൈൻ വെർബ് പ്ലസ് പാർട്ടിസിപ്സ് വൈ എന്ന ഫോമാണ് എഴുതേണ്ടത് പാസ്റ്റ് ഫോമിൽ. ഇവിടെ നമ്മുടെ വെർബ് എന്ന് പറയുന്നത് എസ്നാണ്. എസിൻ്റെ പാസ്റ്റ് ഫോം എന്ന് പറയുന്നത് ഗിഗേസൻ എന്നായിരിക്കും. അതുപോലെ എസൻ എന്ന് പറയുന്ന വെർബിന് മൂവ്മെൻ്റ് ഉണ്ടോ? ഇല്ല. സോ അവിടെ എടുക്കുന്ന വെർബ് ഹാബൻ ആയിരിക്കും. മൂവ്മെൻ്റ് ഇല്ലാത്തത് കൊണ്ട് ഹാബൻ എന്ന വെർബായിരിക്കും. സോ ഇതിനെ മാറ്റി എഴുതുമ്പോൾ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇഷാണ്. സോ ഇഷ് എന്ന് വരും. സെക്കൻഡ് പൊസിഷനിൽ കോൺജുഗേറ്റ് ചെയ്യുന്നത് ഹാബൻ അല്ലെങ്കിൽ സൈൻ വെർബിനെയാണ്. ഇവിടെ മൂവ്മെൻ്റ് ഇല്ലാത്ത കാരണം നമ്മൾ എടുക്കുന്നത് ഹാബൻ വെർബിനെ ആയിരിക്കും. സോ ഇഷ് ഹാബേ. ബാക്കി ഒബ്ജക്റ്റ് എന്താണോ അതേപോലെ എടുക്കുക. ഐനൻ ആപ്പിൾ. സെൻറ്റൻസിൻ്റെ അവസാനം പാർട്ടിസിപ്സ് വൈ, ടീക്സ് വൈ എന്ന് പറയും. നമ്മുടെ എസ് എന്ന വെർബിൻ്റെ പാർട്ടിസിപ്സ് വൈ എന്ന് പറയുന്നത് ഗെഗേസൻ ആണ്. സോ ഇഷ് ഹാബേ ഐനൻ ആപ്പിൾ ഗെഗേസൻ എന്ന് ആവും. ഇതാണ് ഒരു സെൻറ്റൻസിൻ്റെ നോർമൽ പ്രസൻറ്റ് ഫോം. ഇതാണ് ആ സെൻറ്റൻസിൻ്റെ പാസ്റ്റ് ഫോം. സോ ഒരു നോർമൽ സെൻറ്റൻസിൻ്റെ പാസ്റ്റ് ഫോം എഴുതണമെങ്കിൽ ഹാബൻ അല്ലെങ്കിൽ സൈൻ വെർബിനെ മൂവ്മെൻ്റ് ഉണ്ടോ ഇല്ലയോ എന്നനുസരിച്ച് കോൺജുഗേറ്റ് ചെയ്യുക. ഓരോ വെർബിൻ്റെയും പാർട്ടിസിപ്സ് വൈ ഉണ്ട്. ആ പാർട്ടിസിപ്സ് വൈ ഏതൊക്കെയാണോ വെർബ് അതനുസരിച്ച് കൊടുക്കാം. ഒരു എക്സാമ്പിളും കൂടെ പറയുകയാണെങ്കിൽ ഐ ഗോ ടു തിയേറ്റർ. ഇത് നോർമൽ പ്രസൻറ്റിൽ എഴുതുകയാണെങ്കിൽ ഇഷ് ഗേയർ ഇൻസ് കീനോ എന്നായിരിക്കും വരിക. കീനോ എന്ന് പറഞ്ഞാൽ തിയേറ്റർ. തിയേറ്ററിലേക്ക് പോയി. ഇന്ന് തിയേറ്ററിനകത്ത് നിന്നാൽ എന്തായാലും തിയേറ്ററിനകത്തോട്ട് കയറും. അതുകൊണ്ടാണ് ഇന്ന് ഉപയോഗിച്ചത്. സോ ഇഷ് ഗേയർ ഇൻസ് കീനോ. ഈ സെൻറ്റൻസിലെ പാസ്റ്റിലോട്ട് മാറ്റാണ്. സോ പാസ്റ്റിലോട്ട് മാറ്റുമ്പോൾ ഫോർമാറ്റ് അനുസരിച്ചിട്ട് സെക്കൻഡ് പൊസിഷനിൽ നമ്മൾ ഹാബൻ അല്ലെങ്കിൽ സൈന് മൂവ്മെൻറ്റ് ഉണ്ടോ ഇല്ലയോ എന്നതനുസരിച്ചിട്ട് എഴുതും. ഇവിടെ ഞാൻ പോയി എന്നാണ് പറയുന്നത്. എനിക്ക് മൂവ്മെൻറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുന്ന വെർബ് സൈൻ വെർബ് ആയിരിക്കും. അതായത് ഇഷ് സൈൻ വെർബ് എടുക്കുമ്പോൾ ഇഷ് ആകുമ്പോൾ കോൺജുഗേറ്റ് ചെയ്യുമ്പോൾ ബിന്നാണ് വരിക. ഇഷ് ബിൻ ഇൻസ് കീനോ. ഇനി ഗേൻ എന്ന വെർബിൻ്റെ പാർട്ടിസിപ്സ് വൈ എന്ന് പറയുന്നത് ഗിഗാങ്കൻ ആണ്. ഇഷ് ബിൻ ഇൻസ് കീനോ ഗിഗാങ്കൻ. ഇങ്ങനെയാണ് ഒരു സെൻറ്റൻസിൻ്റെ പാസ്റ്റ് ഫോം എഴുതുന്നത്. ജസ്റ്റ് ആ വെർബിന് മൂവ്മെൻ്റ് ഉണ്ടോ ഇല്ലയോ നോക്കുക. മൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ സൈൻ വെർബും, മൂവ്മെൻ്റ് ഇല്ലെങ്കിൽ ഹാബൻ വെർബും കോൺജുഗേറ്റ് ചെയ്യുക. ഓരോ വെർബിനും അതിൻ്റേതായ പാസ്റ്റ് ഫോം ഉണ്ട്. അത് ഏതാണെന്ന് വെച്ചാൽ ലാസ്റ്റ് കൊടുക്കുക.